നോക്കിയാലും പീൽ ഓഫ് മാസ്കിൻ്റെ വീഡിയോ ആണ് കാണാനുള്ളത്. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിൻ്റെ അവസാനം ഞാനത് വാങ്ങിയിട്ടുണ്ട്. ഗ്ലാം വേദ സ്കിൻ കെയർ പ്യുവർ ഗ്ലോ പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ, ഗോൾഡൻ്റെ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ ടെർമറിക്കും സാഫ്രോണും ഒക്കെയാണ്. ഇത് നല്ലതാണോ മോശമാണെന്ന് എനിക്കറിയില്ല. 100 ഗ്രാമിൻ്റെ ഒരു ഇതാണ് 150 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് ഞാൻ വാങ്ങിയിട്ട്. അങ്ങനെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഗൈസ്. എന്താവും എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. അപ്പം ഇതിൽ നിന്ന് കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നല്ല തിക്കിൽ ലെയറായിട്ട് നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണമെന്നാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ആദ്യം കൈക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പീൽ ഓഫ് മാസ്ക് എന്ന് പറഞ്ഞാൽ ആ വെളിച്ചിട്ട് ഇങ്ങനെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ മുഖത്ത് ഫുൾ ഇടലാണ്, നെക്കിലിടുന്നത്. ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെത്ര ടൈം വെക്കണം എന്നാണ് പറയുന്നതെന്ന് വെച്ചാലാണ്. അതാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 15 to 20 മിനിറ്റാണ് ഇത് വെക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാനൊരു നല്ല ക്യൂട്ട് നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് ആ സമയത്ത് വെറുതെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെറുതെ ഒരു ടൈം പാസിന് ഇത് ഉണങ്ങുകയും വേണം. അപ്പം ഞാൻ ഫെയിന് ഇട്ടിട്ടാണ്, ഫെയിൻ്റെ ഉണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഞാൻ ഓരോ വേലകൾ ചെയ്യുകയാണ്. അപ്പം അതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിട്ട് പകുതി ആയപ്പോഴാണ് കണ്ടത് എൻ്റെ ബ്ലാങ്കറ്റിൻ്റെയും നെയിൽ പോളിഷിൻ്റെയും കളർ സെയിമാണ്. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി നോക്കലാണ്. അങ്ങനെ അവസാനം ചുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കാനാവുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ വെലിഞ്ഞ് പിടിച്ചിട്ട് അങ്ങനെ പറിച്ച് നോക്കലാണ് കഴിച്ച്. ഞാൻ വിചാരിച്ച് പാളിപ്പോയിന്ന്, കാരണം പറിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇതാ മുടി വരെ അതിനകത്ത് ഉണങ്ങി പറ്റിയിട്ടുണ്ട്. അങ്ങനെ നെറ്റിന്നാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത്. ആദ്യം നല്ല സ്മൂത്തായിട്ട് ഇങ്ങ് പോന്നു. പിന്നെ ഈ ഹൈബ്രോയിൽ തട്ടിയിട്ട് ഭയങ്കര വേദനയായിരുന്നു കഴിച്ച്. പിന്നെ ഒരുവിധം ഞാൻ പറിച്ച് ഇങ്ങെടുത്ത് എൻ്റെ കണ്ണൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു. അത് കണ്ട് നിങ്ങൾ ആ സ്കിന്ന് വെലിഞ്ഞ് വരുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സാവധാനം, അതായത് ഇത് കുറച്ച് സ്പീഡിൽ ഞാൻ കാണിച്ചത്, അത്രയും സ്ലോയിലാണ് ഞാൻ വലിച്ചെടുക്കുന്നത്. ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. ഇത് ഒരു 9 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ആയിരുന്നു ഗൈസ്. അത് ഞാൻ സ്പീഡ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊരു 4 മിനിറ്റ് വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതാ പറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുടലുമാല പോലെ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ കംപ്ലീറ്റ് പറിച്ചെടുത്തതിന് ശേഷം ഒരു ടവലിനകത്ത് ചൂടുവെള്ളം, അതായത് നല്ല ചൂടല്ല എന്നാൽ അത്യാവശ്യം ചൂടുള്ള വെള്ളം ഇതിൽ ടവൽ മുക്കിയിട്ട് കുറച്ച് നാറിക്കഴിഞ്ഞിട്ട് മുഖം നന്നായിട്ട് ആ ടവൽ വെച്ചിട്ട് നമ്മൾ വെപ്പ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ട് അത് തുടച്ച് കളയുന്നതല്ല, നമ്മൾ സ്കിന്നിങ്ങനെ ഇതാക്കി എടുക്കണം. ഞാൻ മല്ലയാണ് ചെയ്യുന്നത്, പക്ഷേ സ്പീഡ് കൂട്ടുന്നതുകൊണ്ട് തുടച്ചെടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ അവിടെ ഇവിടെയും പറ്റിയതൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമുക്ക് ഇതിനകത്ത് പറ്റിപ്പിടിച്ചിട്ട് കിട്ടുന്നതൊക്കെ പറയുന്നില്ല. ഞാൻ കുറേ നോക്കിയിട്ടൊന്നും എനിക്കത് കാണുന്നില്ല. അതാണ് ഞാൻ ഇങ്ങനെ പരതി എടുത്ത് നോക്കുന്നത്. അപ്പം അതിലിടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളും പറയുന്നുണ്ട്. പരതിയിട്ടൊന്നും എനിക്ക് കാണുന്നില്ല, കാരണം ഞാൻ ലെയർ ചെറുതായിട്ടാണല്ലോ ഇട്ടത്. അപ്പോൾ ഇത് പറിച്ചെടുക്കുമ്പോൾ തന്നെ എല്ലാം കീറി പറഞ്ഞ് അലാക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.